ഡിയർ സ്റ്റുഡൻസ്, നമ്മുടെ ഫിഫ്ത്ത് ചാപ്റ്ററാണ് ഇനി നമ്മൾ തുടങ്ങുന്നത്. ഫിഫ്ത്ത് ചാപ്റ്റർ സർഫസ് കെമിസ്ട്രി ആണ്. എന്താണ് സർഫസ് കെമിസ്ട്രി? സർഫസ് കെമിസ്ട്രി ഈസ് ദി ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരു ബ്രാഞ്ചാണ് വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഫിനോമിന ഒക്കറിങ് അറ്റ് ദ സർഫസ്. സർഫസിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ, ഫിനോമിനൻസ് ആൻഡ് ഡിഫറെൻറ്റ് പ്രോസസ്സസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് സർഫസ്. സർഫസിൽ നടക്കുന്ന പല പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ സർഫസിൻ്റെ നേച്ചർ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്നതാണ് സർഫസ് കെമിസ്ട്രി എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് സർഫസ് ഫിനോമിനൻ? സർഫസിൽ നടക്കുന്ന പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് അഡ്സോർപ്ഷൻ, വേറൊന്ന് കൊറോഷൻ, വേറൊന്ന് ഇതാണ് ഇലക്ട്രോഡ് പ്രോസസ്, വേറൊന്ന് ഹെറ്ററോജീനിയസ് കറ്റാലിസിസ്, ഡിസൊല്യൂഷൻ, എക്സെട്ര. ഇതെല്ലാം സർഫസിൽ നടക്കുന്ന പ്രോസസ്സസാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട സർഫസിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ് അഡ്സോർപ്ഷൻ. എന്താണ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? അഡ്സോർപ്ഷൻ ഉണ്ട്, അബ്സോർപ്ഷൻ ഉണ്ട്. നിങ്ങൾ അബ്സോർപ്ഷൻ കേട്ടിട്ടുണ്ടാവും. എന്താണ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അബ്സോർപ്ഷൻ ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്താണ് അബ്സോർപ്ഷൻ? ഇറ്റ് ഈസ് ദി അക്യൂമുലേഷൻ ഓഫ്, നമ്മളെന്തെങ്കിലും ഒരു ഒരു പഞ്ഞി ഒരു വെള്ളത്തിനകത്തിൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ഞിയിൽ മുഴുവനായിട്ട് എന്ത് ചെയ്യും? ആ വെള്ളം അബ്സോർബ് ചെയ്യും. അതല്ലെന്നുണ്ടെങ്കിൽ വാട്ടർ വേരുകൾ നമ്മളറിയാം, റൂട്ട് വാട്ടറിനെ അബ്സോർബ് ചെയ്യുന്നു. അതായത് ഏതെങ്കിലും ഒരു സബ്സ്റ്റൻസ് കംപ്ലീറ്റായിട്ട് ആ ബോഡിയിലേക്ക് അക്യുമുലേറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് അബ്സോർപ്ഷൻ. പക്ഷെ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അഡ്സോർപ്ഷനാണ്, ആണ്. എന്താണ് അഡ്സോർപ്ഷൻ? ഞാനൊരു ചെറിയൊരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാനായിട്ടൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു മാഗ്നറ്റ് ഇരുമ്പ് പൊടിയുടെ അടുത്തേക്ക് കൊണ്ടിടുകയാണ്. അപ്പോൾ ഈ മാഗ്നറ്റിൻ്റെ സർഫസിലെല്ലാം എന്ത് സംഭവിക്കും? ഇരുമ്പ് പൊടി എന്ത് ചെയ്യും? പറ്റിപ്പിടിക്കും. അപ്പം അവിടെ സർഫസിൽ ആ ഇരുമ്പ് പൊടിയുടെ കോൺസെൻട്രേഷൻ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ ആ സർഫസിലാണ് ഈ സബ്സ്റ്റൻസ് ഇത് അക്യുമുലേറ്റ് ചെയ്തത്. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് അഡ്സോർപ്ഷൻ. ഈ പ്രോസസ്സ്, അതായത് അഡ്സോർപ്ഷൻ, accumulation of a substance on the surface of another substance, that is called adsorption. So what is adsorption? It is the phenomenon of concentration or accumulation of a substance on the surface of another substance. The substance which is adsorbed, എവിടെയാണോ ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരാണ് അഡ്സോർബേറ്റ്. ഏത് സബ്സ്റ്റൻസ് ആണോ അഡ്സോർബ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അഡ്സോർബേറ്റ്. ഇനി ഇവിടെ നമ്മുടെ മാഗ്നറ്റിൻ്റെ സർഫസിലാണ് ഈ അയൺ പൗഡർ അഡ്സോർബ് ചെയ്യുന്നത്. അപ്പോൾ ആ മാഗ്നറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? അഡ്സോർബൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് രണ്ട് തരത്തിലുള്ള രണ്ട് പാർട്ടുണ്ട്. ഒന്ന് അഡ്സോർബേറ്റും, വേറൊന്ന് എന്താണ്? അഡ്സോർബൻറ്റും. അപ്പോൾ എന്താണ് അഡ്സോർബേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ സബ്സ്റ്റൻസ് വിച്ച് ഈസ് അഡ്സോർബ് ഈസ് കോൾഡ് അഡ്സോർബേറ്റ് ആൻഡ് ദ സബ്സ്റ്റൻസ് ഹൂസ് അഡ്സോർപ്ഷൻ ഓൺ വിച്ച് അഡ്സോർപ്ഷൻ ടേക്സ് പ്ലേസ് ഈസ് കോൾഡ് അഡ്സോർബൻറ്റ്. ഇനി കോമൺലി യൂസ്ഡ് അഡ്സോർബൻസ് ആർ ചാർക്കോൾ, സിലിക്ക ജെൽ, അലുമിന ജെൽ, ക്ലേ, കൊളോയിഡ്സ്, മെറ്റൽസ്. ഇതെല്ലാം അഡ്സോർബൻ്റായിട്ട് ഉപയോഗിക്കുന്നത്. അഡ്സോർബൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ സബ്സ്റ്റൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഏതാണ്? നമ്മൾ എവിടെയാണോ പറ്റിപ്പിടിക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് അതായിട്ട് ഉപയോഗിക്കുന്ന ഏതൊക്കെയാണ്? ചാർക്കോൾ ഉപയോഗിക്കാം, സിലിക്ക ജെൽ ഉപയോഗിക്കാം, അലുമിന ജെൽ ഉപയോഗിക്കാം, ക്ലേ ഉപയോഗിക്കാം, കൊളോയിഡ്സ് ഉപയോഗിക്കാം, മെറ്റൽസ്. ഇതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ട്. ചില ബോട്ടിൽസ് വാങ്ങിക്കുമ്പോൾ, ചില ബാഗുകളൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അതിനകത്തുള്ളൊരു ചെറിയൊരു പാക്കറ്റ് ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടോ? ആ ചെറിയ പാക്കറ്റിൻ്റെ മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഇങ്ങനെ ചെറിയൊരു പാക്കറ്റുണ്ട്, അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് സിലിക്ക ജെല്ലെന്ന് എഴുതിയിട്ടുണ്ട്. എന്തിനാണ് ഈ സിലിക്ക ജെല്ലടങ്ങിയ ഒരു പാക്കറ്റ് അതിനകത്തിൽ ഇട്ടിരിക്കുന്നത്? അന്തരീക്ഷത്തിലുള്ള പോയിസണസ് ആയിട്ടുള്ള ഗ്യാസസിനെ അഡ്സോർബ് ചെയ്യാൻ വേണ്ടിയാണ് ഈ സിലിക്ക ജെൽ അതിലേക്ക് ഇട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതെടുത്ത് കഴിക്കാൻ കൊള്ളില്ല,
കഴിക്കാൻ പറ്റുന്നതല്ല. ഇതിനെ നമ്മൾ അന്തരീക്ഷത്തിലുള്ള ഇമ്പ്യൂരിറ്റീസിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അതിനുവേണ്ടിയാണ് ബോട്ടിലിനുള്ളിലൊക്കെ ഇത് ഇട്ടിരിക്കുന്നത്. ഇനി അഡ്സോർപ്ഷൻ ഈസ് എ സർഫസ് ഫിനോമിന. ഈ സർഫസിൽ മാത്രം പറ്റിപ്പിടിക്കുന്നതുകൊണ്ട് അഡ്സോർപ്ഷൻ എന്ന് പറയുന്ന ഒരു സർഫസ് ഫിനോമിനയാണ്. എന്തൊക്കെയാണ് അഡ്സോർപ്ഷൻ? എക്സാമ്പിൾ നോക്കുക. പൗഡേർഡ് ചാർക്കോൾ അബ്സോർബ്സ് ഗ്യാസസ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ മോണോക്സൈഡ്, ക്ലോറിൻ, NH3, SO2 എക്സെട്ര. പൗഡേർഡ് ആയിട്ടുള്ള ചാർക്കോൾ കരിപ്പൊടിയാണ് എന്ത് ചെയ്യുന്നു? ഇതേപോലെയുള്ള ഗ്യാസുകളെല്ലാം അബ്സോർബ് അതിൻ്റെ ഉപരിതലത്തിലേക്ക് ഈ ഗ്യാസുകളെല്ലാം അബ്സോർബ് ചെയ്യുന്നു. 2. സിലിക്ക ജെൽ എന്ത് ചെയ്യുന്നു? അബ്സോർബ് മോയിസ്ചർ. 3. ആനിമൽ ചാർക്കോൾ അബ്സോർബ്സ് കളറിങ് മെറ്റീരിയൽ ഫ്രം ഷുഗർ സൊല്യൂഷൻ. ഇതേപോലെ തന്നെ ഷുഗർ നമ്മൾ സൊല്യൂഷൻസിൽ നിന്ന് പഞ്ചസാര പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ആനിമൽ ചാർക്കോൾ ഇതിനകത്തിലിടും. എന്നിട്ട് അതിൽ നിന്ന് എന്താണ് ഷുഗർ സൊല്യൂഷനിൽ നിന്ന് കളറിങ് മെറ്റീരിയൽ എല്ലാം ഇതെന്ത് ചെയ്യുന്നു? അബ്സോർബ് ചെയ്യുന്നു. ഇനി രണ്ടാമത്തെ ഒരു പ്രോസസ്സാണ് ഡീസോപ്ഷൻ. എന്താണ് ഡീസോപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഉപരിതലത്തിലല്ലേ ഇതിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്രോസസ്സാണെങ്കിൽ അഡ്സോർപ്ഷൻ എന്ന് പറയും. ഇതിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്? ഡീസോപ്ഷൻ. അപ്പോൾ ദ പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് അഡ്സോർബ്ഡ് സബ്സ്റ്റൻസ് ഫ്രം ദ സർഫസ് ഓഫ് അഡ്സോർബൻറ്റ് ഈസ് കോൾഡ് ഡീസോപ്ഷൻ. ദാറ്റ് ഈസ് ദ റിവേഴ്സ് ഓഫ് അഡ്സോപ്ഷൻ. ഓക്കെ, എന്താണ്? റിമൂവൽ ഓഫ് adsorbed substance from the surface of adsorbent is called desorption. ഇനി എന്താണ് അഡ്സോർപ്ഷനും അബ്സോർപ്ഷനും തമ്മിൽ? വേറെ വാക്ക് എന്താണ്? അബ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അഡ്സോർപ്ഷൻ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. ദ സബ്സ്റ്റൻസ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺലി അറ്റ് ദ സർഫസ്, അല്ലേ? സബ്സ്റ്റൻസ് എവിടെയാണ് കാണപ്പെടുന്നത്? അഡ്സോർപ്ഷൻ ആണെന്നുണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിൻ്റെ സർഫസിലായിരിക്കും കാണപ്പെടുന്നത്. വൈൽ ഇൻ അഡ്സോർപ്ഷൻ ദ സബ്സ്റ്റൻസ് ഈസ് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ത്രൂ ഔട്ട് ദി ബൾക്ക് ഓഫ് ദ സോളിഡ്. ഇപ്പോൾ ഏതൊരു സോളിഡ് ആണെങ്കിലും ഏതൊരു സബ്സ്റ്റൻസ് ആണെങ്കിലും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ പഞ്ഞിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. പഞ്ഞി വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പഞ്ഞിയുടെ ഉള്ളിലേക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതെന്ത് ചെയ്യും? ആഗിരണം ചെയ്യും. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? അബ്സോർപ്ഷൻ. അപ്പോൾ നമുക്ക് പറയാം, in adsorption the substance is concentrated only at the surface, while in adsorption the substance is uniformly distributed throughout the bulk of the solid. So adsorption is a surface phenomenon while adsorption is a bulk phenomenon. Okay, ഇവിടെ ഞാനൊരു പടം വരച്ചിട്ടുണ്ട്. അഡ്സോർപ്ഷൻ്റെ ഒരു പടം വരച്ചിട്ടുണ്ട്. അഡ്സോർബേറ്റ് എന്താണ്, അഡ്സോർബൻ്റ് എന്താണെന്ന് ഈ പടവും കൂടി നിങ്ങൾ ഇതിൻ്റെ കൂട്ടത്തിൽ വരച്ച് ചേർക്കണം. ഓക്കെ, ദെൻ നമ്മുടെ രണ്ടാമത്തെ പേജ് ഇതാണ്. ഡിഫറൻസസ് ബിറ്റ്വീൻ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു സർഫസ് ഫിനോമിനനാണ്. അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ബൾക്ക് ഫിനോമിനൻ. ഇനി the rate is high at the beginning and then decreases till equilibrium is attained. അതായത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പദാർത്ഥത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ ആദ്യം നന്നായിട്ട് പറ്റിപ്പിടിക്കും. ആ ഉപരിതലത്തുമായിട്ടുള്ള ഒരു അട്രാക്ഷൻ്റെ ഫലമായിട്ടാണ് ഇത് എന്ത് ചെയ്യുന്നത്? പറ്റിപ്പിടിക്കുന്നത്. അതിന് ശേഷം ഇതെല്ലാം കംപ്ലീറ്റ് ഉപരിതലത്തിൽ പറ്റിപ്പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഉപരിതലത്തിലേക്ക് എത്തിച്ചേരാനുള്ള അട്രാക്ഷൻ അവിടെ കുറയുന്നു. അതുകൊണ്ട് പിന്നീട് അതൊരു ഇക്വിലിബ്രിയത്തിൽ എത്തിക്കഴിയുമ്പോൾ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? ഈ പദാർത്ഥത്തിലേക്ക് അബ്സോർപ്ഷൻ നടക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ ഡിക്രീസ് ചെയ്യുന്നു എന്ന് പറയാൻ കാരണം. ഇവിടെ റേറ്റ് റിമെയിൻസ് ദ സെയിം ത്രൂ ഔട്ട് ദ പ്രോസസ്സ്. റേറ്റ് എന്താണ്? സെയിം ആണ്. അത് കംപ്ലീറ്റ് ആവുന്നിടം വരെയും അതിൻ്റെ റേറ്റ് എന്താണ്? സെയിം ആണ്. ഇൻ അഡ്സോർപ്ഷൻ the molecules of the adsorbed material are present in higher concentration on the surface. അപ്പോൾ ഇവിടെ അഡ്സോർപ്ഷൻ്റെ കേസിൽ കോൺസെൻട്രേഷൻ എന്താണ്? ഹയർ ആണ്. അതേസമയം അബ്സോർപ്ഷൻ്റെ കേസിൽ എന്താണ്? കോൺസെൻട്രേഷൻ യൂണിഫോംലി മോളിക്യൂൾസ് ഓഫ് ദ സബ്സ്റ്റൻസസ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ് ഇൻ ദി ബൾക്ക്. ഓക്കെ, ഇതും എഴുതി നിങ്ങൾ പഠിക്കണം. അടുത്തത് മൂന്നാമത്തെ പേജ് ഇതാണ്. സോർപ്ഷൻ. എന്താണ് സോർപ്ഷൻ? ഈ അഡ്സോർപ്ഷൻ ആൻഡ് അബ്സോർപ്ഷൻ ഒക്കെ സൈമൾട്ടേനിയസ്ലി അബ്സോർപ്ഷനും ഒന്നിച്ച് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ പറയുന്ന പേരാണ് സോർപ്ഷൻ. ഇനി എന്താണ് മെക്കാനിസം ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ? എന്താണൊരു മെക്കാനിസം? റിയാക്ഷൻ നടക്കുന്നതിൻ്റെ മെക്കാനിസം.
The surface particles of adsorbent are not in the same environment as particles inside in the bulk അല്ലെങ്കിൽ inner part in the adsorbent. All the forces are mutually balanced, but at the surface there is always some unbalanced or residual forces. These forces of adsorbent are responsible for adsorption. നമ്മൾ പറഞ്ഞു ഒരു പദാർത്ഥത്തിൻ്റെ ഉപരിതലത്തിൽ ഇങ്ങനെ പറ്റി പിടിക്കുകയാണ്. അപ്പം നമുക്കറിയാം ഒരു പദാർത്ഥത്തിൻ്റെ ഉപരിതലത്തിൽ പാർട്ടിക്കിൾസ്, ഇപ്പം ഞാൻ ഇതിന് പകരം ഞാൻ ദാ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. ഇതാണ് ഇങ്ങനെ ഇരിക്കുക. ഇവിടെ ഇരിക്കുന്ന ഒരു പാർട്ടിക്കിളിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സസ് ഏതൊക്കെ സൈഡിലോട്ട് കാണും? 3 ഡയറക്ഷനിലേക്കാണ് കാണുന്നത്, 4മതൊരു ഡയറക്ഷനിലേക്കില്ല. അപ്പോൾ അത് അവിടെ കംപ്ലീറ്റ് ആയിട്ട് അതേസമയം നടുക്കിരിക്കുന്ന ഒരു മോളിക്യൂളാണെങ്കിൽ ഇതിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് ഓൾ സൈഡിലേക്ക് കാണും അല്ലേ. അപ്പോൾ അത് 4 സൈഡിൽ നിന്നും ആ മോളിക്യൂളിനെ എന്താണ് ശക്തമായിട്ട് ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു ബാലൻസ്ഡ് ഫോഴ്സ് ആ ഒരു നടുക്കിരിക്കുന്ന ഒരു മോളിക്യൂളിനുണ്ട്. അതേസമയം സർഫസിലിരിക്കുന്ന ഒരു മോളിക്യൂളിൻ്റെ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺബാലൻസ്ഡ് ഓർ റെസിഡുവൽ അട്രാക്റ്റീവ് ഫോഴ്സാണ് എക്സിസ്റ്റിംഗ് ഓൺ ദി സർഫസ് ഓഫ് ദി അഡ്സോർബൻറ്റ്. അപ്പോൾ അതുകൊണ്ട് അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ ദീസ് ഫോഴ്സസ് ഓഫ് അഡ്സോർബൻറ്റ് ആർ റെസ്പോൺസിബിൾ ഫോർ അഡ്സോർപ്ഷൻ. ഏതാണ് ഈ പറയുന്ന ബട്ട് ദ സർഫസ് ഈസ് ഓൾവേസ് അൺബാലൻസ്ഡ് റെസിഡുവൽ ഫോഴ്സസ്. അപ്പം നടുക്കിരിക്കുന്ന ആ മോളിക്യൂളിൻ്റെ അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? അൺബാലൻസ്ഡ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ഫോഴ്സാണ്. ഈ അൺബാലൻസ്ഡ് അട്രാക്റ്റീവ് ഫോഴ്സാണ് എന്തിന് കാരണം? അഡ്സോർപ്ഷന് കാരണം. ഓക്കെ, അടുത്തത് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ. അഡ്സോർപ്ഷൻ ഈസ് ആൻ എക്സോതെർമിക് പ്രോസസ്സ്. അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു എക്സോതെർമിക് പ്രോസസ്സാണ്. ദാറ്റ് ഈസ് സം ഹീറ്റ് ഈസ് ഓൾവേസ് ഇവോൾവ്ഡ് ഡ്യൂറിങ് അഡ്സോർപ്ഷൻ. The amount of heat when 1 mole of adsorbent is adsorbed on the surface of adsorbent is called adsorption. അതായത് അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യും? ഇതിലേക്ക് സർഫസിലേക്ക് പറ്റിപ്പിടിക്കുന്ന സമയത്ത് ഹീറ്റ് എന്ത് ചെയ്യുന്നു? ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ ഹീറ്റ് ലിബറേറ്റ് ചെയ്ത പ്രോസസ്സിന് പറയുന്ന പേരാണെന്ത്? എക്സോതെർമിക് പ്രോസസ്. The amount of heat evolved when 1 mole of adsorbate is adsorbed on the surface of adsorption is called adsorption. അതായത് എത്രമാത്രം അഡ്സോർപ്ഷൻ നടക്കുന്ന സമയത്ത് എത്രമാത്രം എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ 1 mole ഓഫ് അഡ്സോർബ് ഇങ്ങനെയാണ് 1 mole പദാർത്ഥം ഇതിലേക്ക് അഡ്സോർബ് ചെയ്യുന്ന സമയത്ത് ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന് പറയുന്ന പേരാണ് ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കറിയാം ഇത് ഇങ്ങോട്ട് പറ്റിപ്പിടിക്കുന്ന സമയത്ത് ഹീറ്റിനെ പുറത്തേക്ക് വിടും. 1 mole പദാർത്ഥം ഇതിൽ വന്ന് പറ്റിപ്പിടിക്കുന്ന സമയത്ത് പുറത്തേക്ക് കളയുന്ന എനർജിക്ക് പറയുന്ന അല്ലെങ്കിൽ ഹീറ്റിന് പറയുന്ന പേരാണ് എന്ത്? ഹീറ്റ് ഓഫ് അഡ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി തെർമോഡൈനാമിക് ആസ്പെക്റ്റ് ഓഫ് അഡ്സോർപ്ഷൻ. Adsorption is an exothermic process. When gas is adsorbed, the degree of freedom of its molecule decreases and hence entropy decreases. അതായത് ഒരു ഗ്യാസാണ് ഈ ഒരു പദാർത്ഥത്തിൽ അഡ്സോർബ് ചെയ്യുന്നതെങ്കിൽ ഈ ഗ്യാസ് മോളിക്യൂളിൻ്റെ എൻട്രോപ്പി, ഇതിലേക്ക് വന്ന് ഗ്യാസ് പറ്റി പിടിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് പറന്ന് കിടന്നിരുന്ന ഗ്യാസ് എന്ത് ചെയ്തു? ഇതിൽ വന്ന് പറ്റി. അപ്പോൾ അതിൻ്റെ എൻട്രോപ്പി എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. ഡെൽറ്റ എസ് ബിക്കംസ് അപ്പോൾ എന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അഡ്സോർപ്ഷൻ ഈസ് ദസ് അക്കംപനീഡ് ബൈ ഡിക്രീസ് ഇൻ എൻതാൽപ്പി ആസ് വെൽ ആസ് ഡിക്രീസ് ഇൻ എൻട്രോപ്പി. അപ്പം നമുക്ക് പറയാം അതിൻ്റെ ഫലമായിട്ട് എൻതാൽപ്പി കുറയുന്നു, എൻട്രോപ്പിയും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. അഡ്സോർപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എക്സോതെർമിക് പ്രോസസ്സാണ്, എനർജി ലിബറേറ്റ് ചെയ്യുന്നു. ഡെൽറ്റ എച്ച് നെഗറ്റീവാണ്. അതേപോലെ തന്നെ ഡെൽറ്റ എസിൻ്റെ വാല്യൂവും നെഗറ്റീവായിട്ട് മാറുന്നു. ഓൺ ദി ബേസിസ് ഓഫ് ദി ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ്. അപ്പോൾ ഡെൽറ്റ ജിയുടെ വാല്യൂവും എന്തായിട്ട് മാറുന്നു? നെഗറ്റീവായിട്ട് മാറുന്നു. ഡെൽറ്റ എച്ച് ബിക്കംസ് ലെസ് ആൻഡ് ലെസ് നെഗറ്റീവ്. അൾട്ടിമേറ്റ്ലി ഡെൽറ്റ എച്ച് ബിക്കംസ് ഈക്വൽ ടു T delta S and delta G becomes 0. At this state equilibrium attained. ആ സ്റ്റേറ്റിൽ എന്ത് സംഭവിക്കുന്നു? ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നു. ഓക്കെ.